ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. സോ ക്വസ്റ്റ്യൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ട് പോകണം. കാരണം ഈ വർഷത്തെ ഒരു ചോദ്യത്തിൻ്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം ഇനി അടുത്തൊരു എക്സാമിന് വരാൻ പോകുന്നത്. സോ എപ്പോഴും അതുമായി റിലേറ്റഡ് ഏതൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും അതുമായി നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് ഓപ്ഷൻസും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് വിൽ occur to the pH of a solution if its hydrogen ion concentration is increased? ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ ആ സൊല്യൂഷനിൽ നമ്മൾ അവയുടെ ഹൈഡ്രജൻ അയണിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ സൊല്യൂഷനിൽ നമ്മൾ ഹൈഡ്രജൻ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ pHന് എന്താണ് സംഭവിക്കുക? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞ് ആ സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ്റെ pHന് എന്താണ് സംഭവിക്കുക? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഒരു കാര്യം മൈൻഡിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിലോട്ട് എത്താനായിട്ട് പറ്റും. അതായത് എല്ലാ ആസിഡിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് വെക്കുക. എന്താണ്? എല്ലാ ആസിഡിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇത് PSC പോലുള്ള എക്സാംസിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. എലമെന്റ് വിച്ച് ഇസ് കോമൺ ഇൻ ഓൾ ആസിഡ്സ്, എല്ലാ ആസിഡ്സിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. സോ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ആ സൊല്യൂഷൻ അസിഡിക് ആവാണ് ചെയ്യുക. എന്താണ്? ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് ആ സൊല്യൂഷൻ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? കൂടുതൽ അസിഡിക് ആവുകയാണ് ചെയ്യുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അസിഡിക് ആവണമെന്നുണ്ടെങ്കിൽ pHന് എന്ത് സംഭവിക്കണം? അസിഡിക് ആവണമെന്നുണ്ടെങ്കിൽ pHന് എന്ത് സംഭവിക്കണം? pH കുറയണം. അത് നമ്മൾക്ക് pH സ്കെയിൽ എന്നുള്ള ടോപ്പിക്ക് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എങ്ങനെയാണെന്ന് നോക്കുക. നമ്മൾ pH സ്കെയിൽ നോക്കുകയാണ്. pH സ്കെയിൽ എങ്ങനെയാണ്? 1 മുതൽ 14 വരെ നമ്പർ ഉള്ള ഒരു സ്കെയിലാണ് എന്തെന്ന് പറയുന്നത്? pH സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിൽ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. പ്യോർ വാട്ടർ എപ്പോഴും എത്രയായിരിക്കും pH എന്ന് പറയുന്നത്? 7 ആയിരിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കെയിലിൽ 1 മുതൽ 14 വരെയുള്ള നമ്പറിൽ 1 എന്ന് പറയുന്നത് ആസിഡാണ്. ആസിഡ് തൊട്ട് ബേസിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. 1 to 14 പോകുമ്പോൾ ഓരോന്നും എന്തിൽ നിന്നും എന്തിലോട്ടാണ് പോകുന്നത്? ആസിഡിൽ നിന്നും ബേസിലോട്ടാണ് പോകുന്നത്. ഓർത്ത് വയ്ക്കുക, A to B ആണ്. ആസിഡിൽ നിന്നും ബേസിലോട്ടാണ് പോകുന്നത്. സോ 1 എന്ന് പറയുന്നത് വളരെ ആസിഡിക് ആയതും 14 എന്ന് പറയുന്നത് വളരെ ബേസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. സോ പ്യുവർ വാട്ടർ എപ്പോഴും എന്തായിരിക്കും? ന്യൂട്രൽ അല്ലെങ്കിൽ പ്യുവർ വാട്ടറിന്റെ pH എപ്പോഴും എന്തായിരിക്കും? 7 ആയിരിക്കും. ഇനി pH ലെസ് ദാൻ 7, അതായത് 1 മുതൽ 7 വരെയുള്ളതെല്ലാം എന്താണ്? അസിഡിക് ആണ്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. 7ന് ശേഷമുള്ളതെല്ലാം എന്താണ്? ബേസിക് ആണ്. അതിനാണ് ഞാൻ പറഞ്ഞത് A to B ആണ്. ആസിഡ് ടു ബേസിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? pH സ്കെയിൽ പോകുന്നത്. ഓക്കെ, ഇനി അതുമായി തന്നെ ചോദിച്ച അതുമായി റിലേറ്റ് pH സ്കെയിലുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു pH ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ ബ്ലഡിന്റെ pH ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡിന്റെ pH വാല്യൂ എത്രയാണ്? 7.4 ആണ് എന്തിന്റെ pH വാല്യൂ? ബ്ലഡിന്റെ pH വാല്യൂ 7.4 ആണ്. എന്തിന്റെ pH വാല്യൂ? ബ്ലഡിന്റെ pH വാല്യൂ. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റൊമക്കില് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് ഏതാണ്? നമ്മുടെ സ്റ്റൊമക്കില് ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നമ്മുടെ സ്റ്റൊമക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൊമക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ്ട്രിക് ആസിഡ് എന്ന് വെച്ചാൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl ആണ്.
സോ ഈ HCl കൂടുതലാവുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമുക്ക് ഗ്യാസ് പ്രോബ്ലം ആയി അല്ലെങ്കിൽ അസിഡിറ്റി ആയി എന്ന് പറയുന്നത് ഈ HClന്റെ അളവ് കൂടുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ pH ഫോൾ ആവുമ്പോഴാണ്, pH കുറയുമ്പോഴാണ്. കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, പെയിൻ ഉണ്ടാവുന്നു. സോ അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്, അസിഡിറ്റി ഉണ്ട് എന്നെല്ലാം പറയുന്നത്, വയറ് ഗ്യാസ് ആയിട്ടുണ്ട് എന്നെല്ലാം നമ്മൾ പറയുന്നത് ഈ pH ഫോൾ ആവുമ്പോൾ അല്ലെങ്കിൽ HClന്റെ അളവ് കൂടുമ്പോഴാണ്. സോ അതിന് നമ്മൾ ക്യൂർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ആന്റാസിഡ്സ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജലൂസിൽ പോലുള്ളവയൊക്കെ എന്താണ്, ആന്റാസിഡ്സ് ആണ്. ഓക്കെ, ഇനി അതുപോലെ pHന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് pH 5.5 ഫോൾ ആവുമ്പോൾ 5.5 അതിൽ താഴെയാകുന്ന സമയത്ത് നമ്മളുടെ ടൂത്ത് ഡീക്കേ തുടങ്ങുന്നു. നമ്മുടെ പല്ലില് ഡീക്കേ ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നു. പല്ലില് ഡീക്കേ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, കാൽസ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ടൂത്ത് ഇനാമിൽ ഉണ്ടാക്കിയിട്ടുള്ള സബ്സ്റ്റൻസ് ഏതാണ്, കാൽസ്യം ഫോസ്ഫേറ്റ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ടൂത്ത് ഇനാമിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബോഡിയിലെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. സോ ഈ ഇനാമില് എന്ത് സംഭവിക്കുന്നു, ഈ ഇനാമലിന് ഡീക്കേ സംഭവിക്കുന്നു. എന്താവുന്ന സമയത്ത്, pH 5.5 ഫോൾ ആവുന്ന സമയത്ത്. സോ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, സലൈവ യൂസ് ചെയ്യുന്നു. സലൈവ എന്ന് പറയുന്നത് സ്ലൈറ്റ് ആയിട്ട് ആൽക്കലൈൻ നേച്ചറാണ് അതിനുള്ളത്, അതായത് ബേസിസിറ്റി ആണ് അതിനുള്ളത്, ബേസിക് നേച്ചറാണ് ഏതിനുള്ളത്, സലൈവയ്ക്കുള്ളത്. നമ്മുടെ ഉമിനീരിനുള്ളത് എന്താണ്, ബേസ് നേച്ചറാണ് ഉള്ളത്. സോ സലൈവ കൊണ്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രതിരോധിക്കാനായിട്ട് ബോഡി ശ്രമിക്കുന്നു. pHനെ കൂട്ടാനായിട്ട്, pH ഇൻക്രീസ് ചെയ്യാനായിട്ട് സലൈവ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡി ശ്രമിക്കുന്നു. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു സാധനമാണ് ടൂത്ത് പേസ്റ്റ്. എല്ലാ ടൂത്ത് പേസ്റ്റിനും സെയിം ഫംഗ്ഷൻ ആണ്. എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്, pH ഇൻക്രീസ് ചെയ്യാന്നുള്ള ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. അസിഡിറ്റി ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ആസിഡ് ഫോം ആവുന്ന സമയത്ത്, നമ്മുടെ വായ്ക്കകത്ത് ടൂത്ത് ഡീക്കേ സംഭവിക്കാനിടയായിട്ടുള്ള ആസിഡ് ഫോം ആവുന്ന സമയത്ത് pH 5.5 എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ആസിഡിക് നേച്ചർ ആയിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ ആവുന്ന സമയത്ത് ടൂത്ത് പേസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ ഫംഗ്ഷൻ അതിനെ ബേസിലോട്ട് കൊണ്ടുവരാനുള്ള, pH ഇൻക്രീസ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്, ടൂത്ത് പേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് ട്രൂ. നിങ്ങൾ നോക്കിയേ, അതുമായി ബന്ധപ്പെട്ട് തന്നെ അതേ ഷിഫ്റ്റിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണിത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, ഈ തന്നിട്ടുള്ളതിൽ ശരിയല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ബാക്ടീരിയ പ്രസന്റ് ഇൻ ദ മൗത്ത് പ്രൊഡ്യൂസ് ആസിഡ്സ് ബൈ ഡീഗ്രഡേഷൻ ഓഫ് ഷുഗർ ആൻഡ് ഫുഡ് പാർട്ടിക്കിൾസ് റിമൈനിങ് ഇൻ ദ മൗത്ത്. നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം നമ്മുടെ വായ്ക്കകത്തുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഫുഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കുന്നു, ഡീഗ്രഡേഷൻ സംഭവിച്ചുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ബാക്ടീരിയ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ശരിയാണോ, ശരിയാണ്. when pH of the mouth is higher than 5.5 then tooth decay starts. ശരിയാണോ, അല്ല. കാരണം എന്താണ്, ഫോൾ ചെയ്യുമ്പോഴാണ്, 5.5 ഫോൾ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ടൂത്ത് ഡീക്കേ സ്റ്റാർട്ട് ആവുന്നത്. സോ അതാണ് എന്തെന്ന് പറയുന്നത്, തെറ്റെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നോക്കുക. ടൂത്ത് ഇനാമൽ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്, കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്, വിച്ച് ഇസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി. അതെന്താണ്, ശരിയാണ്. യൂസിംഗ് ടൂത്ത് പേസ്റ്റ് വിച്ച് ആർ ജനറലി ബേസിക് ഹെൽപ്സ് ന്യൂട്രലൈസ് ദ എക്സസ് ആസിഡ് ആൻഡ് പ്രിവെന്റ് ടൂത്ത് ഡീക്കേ. ടൂത്ത് പേസ്റ്റ് എപ്പോഴും എന്താണ്, ജനറലി ബേസിക് ഇൻ നേച്ചർ ആണ്. അതെന്തിനാണ്, വായ്ക്കകത്തുള്ള എക്സസ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നോൺ മെറ്റൽസ് ആർ ജനറലി മോർ ഇലക്ട്രോ നെഗറ്റീവ് ഡ്യൂ ടു ദെയർ. നോൺ മെറ്റൽസ് ജനറൽ ആയിട്ട് ഇലക്ട്രോ നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് കാരണം? സോ നമ്മൾ അത് പറയാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഫ്ലൂറിൻ ആണ്. കാരണം ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയേ, ആദ്യത്തെ ഷെല്ലിൽ 2 ഉണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ 1 2 3 4 5 6 7 ഉണ്ട് അല്ലെ. 7 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ വാലൻസ് ഷെല്ലിൽ ഉള്ളത്. സോ ഫ്ലൂറിന് ഒക്ടക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, ഫ്ലൂറിന് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം,
ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം. സോ അക്സെപ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയൺസ് നെയ്മഡ് ആനിയോൺസ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, അറ്റോമിക് റേഡിയ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നും, സെന്റർ ഓഫ് ന്യൂക്ലിയസിൽ നിന്നും ഈ ഏറ്റവും അറ്റത്തുള്ള വാലൻസ് ഷെല്ല് വരെയുള്ള ആ ദൂരത്തിനെയാണ്, ആ ടിപ്പിക്കൽ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. സോ ഈ ഷെല്ലുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഈ ന്യൂക്ലിയസിന് അതുമായിട്ട് എന്തുണ്ടാവും, കൺട്രോൾ ഉണ്ടാവും. ഈ വാലൻസ് ഇലക്ട്രോൺസുമായിട്ട് എന്തുണ്ടാവും, കൂടുതൽ കൺട്രോൾ ഉണ്ടാവും. ഷെല്ല് കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക, ഈ ന്യൂക്ലിയസിന് അവയുടെ മേലുള്ള കൺട്രോൾ ലൂസ് ചെയ്യും. സോ നോൺ മെറ്റൽസ് എന്തുകൊണ്ടാണ് ജനറലി ഇലക്ട്രോ നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോളർ അറ്റോമിക് റേഡിയാണ്, ഏറ്റവും കുറവ് അറ്റോമിക് റേഡിയസ് ആണ് ഉണ്ടാവുക. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Astronauts in space communicate with each other by radio links because സ്പേസിൽ പോയവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ റേഡിയോ ലിങ്ക്സ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, സൗണ്ട് വേവ്സിന് സ്പേസിൽ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ടിഷ്യൂ ഇസ് ഫൗണ്ട് ബിനീത്ത് ദ സ്കിൻ അറൌണ്ട് ദ കിഡ്നീസ് ആൻഡ് ബിറ്റ്വീൻ ദ ഇന്റേണൽ ഓർഗൻസ്. ഈ തന്നിട്ടുള്ളതിൽ ഏത് ടിഷ്യൂ ആണ് സ്കിന്നിന്റെ അണ്ടറിൽ കാണപ്പെടുന്നത്, അറൌണ്ട് ദ കിഡ്നീസും ഇന്റേണൽ ഓർഗൻസിന്റെ ഇടയിലും കാണപ്പെടുന്നത്, ഈ തന്നിട്ടുള്ളതിൽ ഏതാണെന്നുള്ളതാണ്. അഡിപ്പോസ് ടിഷ്യൂ ആണ് കാണപ്പെടുന്നത്. എന്താണ്, അഡിപ്പോസ് ടിഷ്യൂ ആണ്. എന്താണ് അഡിപ്പോസ് ടിഷ്യൂവിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിന്റെ ഫോമിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിന്റെ തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് ഇൻസുലേറ്റ്സ് ദ ബോഡി. ഹോട്ട് ആയിട്ടുള്ളവയിൽ നിന്നും കോൾഡ് ആയിട്ടുള്ളതിൽ നിന്നും ബോഡിയെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യുന്നത് ഏതാണ്, അഡിപ്പോസ് ടിഷ്യൂസ് ആണ്. അതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫാറ്റ് എനർജിയുടെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത് കൂടെയാണ്. സാധാരണയായിട്ട് നമ്മൾക്ക് ഒബിസിറ്റി ഉണ്ടാവുന്നത് ഈ അഡിപ്പോസ് ടിഷ്യൂ മൂലമാണ്. നമ്മൾ ഒബിസിറ്റി ഉണ്ടാവുന്നു, അനിമൽസിലായാലും ഹ്യൂമൻ ബീയിങ്സിലായാലും കോമൺ ആയിട്ട് കാണപ്പെടുന്നതാണ്. ഇതെന്താണ്, അഡിപ്പോസ് ടിഷ്യൂവിന്റെ പ്രവർത്തനം മൂലമാണ്. ഇനി ഈ ഓപ്ഷൻസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് ലിഗമെന്റും ടെൻഡൻസും. ഓർത്ത് വയ്ക്കുക, ലിഗമെന്റ്സും ടെൻഡൻസും. ലിഗമെന്റ് കണക്ട് ചെയ്യുന്നത് ഒരു ബോണ് രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നവയാണ് എന്തെന്ന് പറയുന്നത്, ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ടെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്നവയാണ്. ഓർത്ത് വയ്ക്കുക, ലിഗമെന്റ്സ് എന്ന് പറയുന്നത് രണ്ട് ബോൺസിനെ അല്ലെങ്കിൽ ഒരു ബോണ് മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നവയാണ് എന്ത് പറയുന്നത്, ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. ടെൻഡൻസ് ആണെങ്കിൽ എങ്ങനെയാണ്, മസിൽസിനെ ബോൺസുമായിട്ട് കണക്ട് ചെയ്യുന്നവയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക. അടുത്തത് SI യൂണിറ്റ് ഓഫ് ത്രസ്റ്റ്. SI യൂണിറ്റ് ഓഫ് ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്ടൺ ആണ്. യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ നമ്മളുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്ത ഒരു ചാർട്ടാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്, മീറ്റർ എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. ടൈമിന്റെ സെക്കൻഡ് ആണ്. ഓർത്തേക്കുക, ഇലക്ട്രിക് കറന്റിന്റെ ആംപിയർ ആണ്. എന്താണ്, ഇലക്ട്രിക് കറന്റിന്റെ ആംപിയർ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചറിന്റെ കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ എല്ലാവർക്കും അറിയാം, മോൾ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ്, മോൾ ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡിലയാണ്. എന്താണ്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡിലയാണ്. ത്രസ്റ്റിന്റെ നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രഷർ ഇൻറ്റു ഏരിയ ഇസ് ഈക്വൽ ടു ത്രസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ത്രസ്റ്റിന്റെ രണ്ട് ചോദ്യങ്ങളായി കാണുന്നു. പ്രഷർ ഇൻറ്റു ഏരിയ ഇസ് ഈക്വൽ ടു ത്രസ്റ്റ് ആണ്. ത്രസ്റ്റിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഡിസ്ക്രൈബ്സ് പോളിനേഷൻ ബൈ ദ ഏജൻസി ഓഫ് ആൻസ്.
ആൻസ് നടത്തുന്ന പോളിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിർമിക്കോഫിലി എന്ന് പറയുന്നത്. എന്താണ് മിർമിക്കോഫിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുകൾ വഴി നടക്കുന്ന പോളിനേഷനെയാണ് എന്ത് പറയുന്നത്? മിർമിക്കോഫിലി. അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ യൂഷ്വലി. നോൺ മെറ്റൽസിന്റെ ഓക്സൈഡ്സ് യൂഷ്വലി എങ്ങനെയുള്ള നേച്ചർ ആയിരിക്കും? അസിഡിക് നേച്ചർ ആയിരിക്കും. അതിന് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത്, സൾഫറിനെ നമ്മൾ എയറിൽ ബേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്തിട്ട് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നു. സോ അതൊരു അസിഡിക് നേച്ചർ ഉള്ളവയാണ്. സോ ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ യൂഷ്വലി അസിഡിക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് റിലീസിംഗ് ആൻ എഗ് ഫ്രം ഓവറി ഈസ് കാൾഡ് ഓവുലേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കുക. ദ ലീസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആർ. പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നോബിൾ ഗ്യാസ് ആണ്. നമുക്ക് അറിയാവുന്നതാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ലീസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഏതാണ്? നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ. സോ ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.